സെൻസസ് ഡ്യൂട്ടിക്കിടെ ഒട്ടേറെ എന്യൂമറേറ്റർമാരെ പട്ടികൾ കടിച്ചു. പല വീടുകളിലും 1, 2, 3 നായകളെ വളർത്തുന്നുണ്ട്. അതവർക്ക് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതിനങ്ങനെ സ്വതന്ത്രമായി വിഹരിക്കാൻ വിടുന്നത് ആ നായ വളർത്തൽക്കാരനെതിരെ നടപടിയെടുക്കുന്നതിനുള്ള കാരണമായിട്ട് മാറണം. ഒരാളെ പട്ടി കടിച്ചാൽ പട്ടിയുടെ ഉടമസ്ഥൻ ശിക്ഷിക്കപ്പെടുന്നൊരു സമ്പ്രദായം ഈ നാട്ടിലുണ്ടാവണം. മറ്റൊരു മൃഗത്തിന് നൽകാത്ത പരിഗണനയാണ് പട്ടിക്ക് കേരളത്തിൽ നൽകുന്നത്. എൻ്റെ നാടായ അന്ധകാരനഴിയിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. 100 കണക്കിന് നായ്ക്കളാണ് അവിടെ വിലസുന്നത്. അന്ധകാരനഴി പത്മാക്ഷിക്കവല റോഡരികിലും അങ്ങനെ തന്നെ ഇഷ്ടം പോലെ നായകളുണ്ട്. ഈ നായ്ക്കളങ്ങനെ സ്വൈര വിഹാരം നടത്തുകയാണ്. കേൾക്കാനും അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാകുന്നതേയില്ല. എന്താണ് ഇതിന് പ്രതിവിധി? പ്രതിവിധികളിലൊന്ന്, നായകളെ പിടിക്കുന്നതിന്, അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ പിടിക്കുന്നതിന് പ്രത്യേക ആളുകളെ ചുമതലപ്പെടുത്തണം. എന്നിട്ട് പ്രത്യേകമായിട്ടുള്ള ഷെൽട്ടർ ഉണ്ടാക്കി അവിടെ പാർപ്പിക്കണം. അവയ്ക്ക് കൃത്യമായിട്ടുള്ള കുത്തിവയ്പ്പ് കൊടുക്കണം. തുടർന്ന് പെരുകാതിരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇങ്ങനെയൊക്കെയല്ലേ വേണ്ടത്? അതിന് പകരം പൊതുജനങ്ങളൊക്കെ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ, റോഡുകളിൽ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒക്കെ ഇങ്ങനെ സ്വൈരവിഹാരം നടത്താൻ അവയെ വിടരുത്. കോടതി പല പ്രാവശ്യം പറയുന്നു അവയ്ക്ക് ഷെൽട്ടർ കൊടുക്കാൻ. എൻ്റെ അഭിപ്രായം കുറച്ചുകൂടി വ്യത്യസ്തമാണ് കേട്ടോ. ഇതുപോലുള്ള ഉപയോഗരഹിതമായിട്ടുള്ള നായ്ക്കളെ പിടിച്ച് വന്ധ്യംകരിക്കുക മാത്രമല്ല, പ്രായമായവയാണ് ദയാവധം കൊടുക്കണം. അങ്ങനെയാണ് ഇതിനെ. ഇന്നലെ ഒരു എന്യൂമറേറ്റർ പട്ടി കടിച്ചു. പട്ടണക്കാട് പഞ്ചായത്ത് 18-ാം വാർഡിലെ ഒരു സ്ത്രീയാണ് എന്യൂമറേഷനായിട്ട് ചെയ്തപ്പോൾ വഴിയിൽ വെച്ച് പട്ടി കടിച്ചത്. ഇന്ന് ആലപ്പുഴയിലെ ഒരു നഗരസഭയിലെ ഒരു വാർഡിൽ ഇതേ സംഭവം തന്നെ ഉണ്ടായിരിക്കുന്നു. ഒരു കുട്ടിയെ പട്ടി കടിച്ച് കീറി കളഞ്ഞു എന്ന വാർത്ത വന്നിരുന്നു. ഇന്നത്തെ മാതൃഭൂമി എഡിറ്റോറിയൽ ഈ തെരുവുനായ ശല്യത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടവർ ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്ന് വെച്ചാൽ ആളുകളെ കടി കൊണ്ട് കുറച്ച് കഴിയട്ടെ എന്നുള്ള മറ്റുള്ളൊരു പോക്ക് പറ്റത്തില്ല. മുൻ ഗവൺമെൻറ്റും കാര്യമായ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. ഈ ഗവൺമെൻറ് അറിഞ്ഞ മട്ടേയില്ല. അപ്പോൾ ഈ തൂഫാൻ കാര്യങ്ങളൊക്കെ നോക്കുന്ന കൂട്ടത്തിൽ ഇക്കാര്യം കൂടി നോക്കുന്നതിന് ആവശ്യമായ ഒരു നടപടി ഉണ്ടാവണം. അതിനുവേണ്ടി ഒരു മന്ത്രിയെ ചുമതലപ്പെടുത്താം. തെരുവുനായകളുടെ ക്ഷേമം ഉറപ്പാക്കുന്ന ഒരു വകുപ്പ് രൂപീകരിച്ചിട്ടൊരു മന്ത്രിയെ തന്നെ ചുമതലപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാകുമല്ലോ. ഇത് വലിയ കഷ്ടമായിരിക്കും. നിർഭാഗ്യകരമാണ് കേരളത്തിലെ സ്ഥിതി.